മായ ദൈവിക ജ്ഞാനം ഇതെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ, നന്മകൾ, അതിനെല്ലാം ഓർത്ത് നമ്മൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കർത്താവ് നൽകി പാടിക്കും, നാഥാ നിന്നോടെ ദാനങ്ങൾക്കെല്ലാം പകരമത, നാഥ നിന്റെ ദാനങ്ങൾക്കെല്ലാം പകരം പഠിക്കേ എന്തെങ്കിക്കാൻ നൽകിയിടും ഞാൻ നിൻ ഹിതമതുപോ അഖില ജനസവിധം. നിർത്തിക്കേ, അഖില ജനസവിധം, എല്ലാ ജനത്തിന്റെയും മുമ്പാകെ. എന്റെ ദൈവമേ, നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ എങ്ങനെ നന്ദി പറയും? എല്ലാ ജനത്തിന്റെയും മുമ്പാകെ അവിടുത്തെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. അഖില ജനസവിധം ഞാൻ നേർച്ചകൾ നിറവേറ്റും. ഞാൻ കഴിഞ്ഞ കുമരകത്ത് കൺവെൻഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ദൈവമേ നീ പരിശുദ്ധനാ, ആ പ്രാർത്ഥന ഉണ്ടല്ലോ, അത് ചൊല്ലി 4 ദിക്കിലേക്ക് തിരിഞ്ഞ് ചൊല്ലിപ്പിച്ചു. പിറ്റേ ദിവസം ഒരു കുടുംബം വന്നിരിക്കുകയാണ്. പിറ്റേ ദിവസം അവിടുത്തെ പോളച്ചൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, 5 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞു ദിക്കിൻ്റെ കെട്ടഴിയും, നിങ്ങളുടെ കടബാധ്യത, രോഗം, ദാരിദ്ര്യം ഇതിപ്പം മാറും, ഇങ്ങോട്ട് ചൊല്ലിക്കോളാൻ പറഞ്ഞു ഈ പ്രാർത്ഥന. ദൈവമേ നീ പരിശുദ്ധനാ, അതങ്ങോട്ട് ചൊല്ലിച്ചു. 4 ദിക്കിലേക്ക് തിരിച്ചു നിർത്തി. പിറ്റേ ദിവസം ഒരു കുടുംബം രാവിലെ വന്നിരിക്കുകയാണ്. എന്നിട്ട് അച്ഛനോട് കരഞ്ഞോട് പറയാണ്, 5 കൊല്ലമായിട്ട് 1.5 കോടി രൂപയുടെ കടം, പോകാത്ത ധ്യാനകേന്ദ്രമില്ല, ചൊല്ലാത്ത പ്രാർത്ഥനയില്ല, പോകാത്ത സ്ഥലമില്ല, 1.5 കോടി രൂപയുടെ കടം. ഈ പ്രാർത്ഥനയും ചൊല്ലിയിട്ട് നേരെ വീട്ടിലേക്ക് ചെന്നപ്പോൾ രാത്രി ഒരു ഫോൺ കോള്, ഒരു ബന്ധു, അനേക നാളുകളായിട്ട് വിളിക്കാതിരുന്ന കോടീശ്വരനായ ഒരു ബന്ധു വിളിച്ചിട്ട് പറയാണ്, കട എത്ര ഉണ്ട്? 1.5 കോടി, അത് ഞാൻ തന്നേക്കാന്ന് പറഞ്ഞു. ചെതി പറഞ്ഞേ ഹല്ലേലൂയാ. സഭയുടെ പ്രാർത്ഥനകൾ ചൊല്ലിയാൽ അതിനകത്തൊരു വിടുതലുണ്ട്. മനസ്സിലായോ? നമ്മളെ